കൊച്ചിയിൽ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ ടെൽഡ്രോപ്പ് കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പരാതി നൽകാനൊരുങ്ങി ജീവനക്കാരും നിക്ഷേപകരും. ടെൽഡ്രോപ്പിനെതിരെ നിക്ഷേപ തട്ടിപ്പിലും ഷെൽ കമ്പനി ആരോപണങ്ങളും ആണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രമുഖ രാഷ്ട്രീയ നേതാക്കളടക്കം തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് നിക്ഷേപകരുടെ ആരോപണം. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? നമുക്കറിയാം ടെൽഡ്രോപ്പ് കമ്പനിയെ സംബന്ധിച്ച് ഒരു കൂട്ടപ്പിരിച്ചുവിടൽ നടക്കുന്നു. അതിനെതിരെ നിക്ഷേപകരും അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും എല്ലാം മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മുതിർന്ന അല്ലെങ്കിൽ പ്രമുഖരായ ആളുകൾക്ക് വരെ ഈ കേസിൽ പങ്കുണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ശില്പ, കൊച്ചി തൃക്കാക്കരയിലാണ് ഈ ടാൽഡ്രോപ്പ് എന്ന് പറയുന്ന കമ്പനി പ്രവർത്തിക്കുന്നത്. എറണാകുളത്ത് തന്നെയുള്ള ഈ കോറോ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ കൂട്ടപ്പിരിച്ചുവിടലുണ്ടായി. അതിനുശേഷമാണ് ഈ ടാൽഡ്രോപ്പ് കമ്പനിയിലെ 300-ലധികം ജീവനക്കാർ തങ്ങൾക്ക് മാസങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ടാൽഡ്രോപ്പ് എന്ന് പറയുന്ന കമ്പനി തിരുവനന്തപുരം സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. തിരുവനന്തപുരം സ്വദേശികളായ സോബിർ നജുമുദ്ദീൻ, സഫീർ നജുമുദ്ദീൻ എന്നീ 2 പേരാണ് ഈ കമ്പനിയുടെ നടത്തിപ്പുകാരെന്നാണ് പറയുന്നത്. ഇവർക്കൊപ്പം തന്നെ വേറെ മറ്റു ചില ആളുകളുമുണ്ട്. എന്തായാലും യഥാർത്ഥത്തിൽ ഈ കമ്പനി ടാൽഡ്രോപ്പ് എന്ന് പറയുന്ന കമ്പനി എന്താണ് അവിടെ ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവിടുത്തെ ജീവനക്കാർക്ക് പോലും അറിയില്ല. ടാൽഡ്രോപ്പ് കമ്പനിക്കെതിരെ എറണാകുളത്തും ഒപ്പം തന്നെ തൃശ്ശൂരും പോലീസിൽ പരാതികൾ പലതും വന്നിട്ടുണ്ട്. പരാതികൾ ജീവനക്കാരും നൽകിയിട്ടുണ്ടെങ്കിൽ പോലും യാതൊരു പരിഹാരവും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവരൊരു സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ ഇവിടുത്തെ ജീവനക്കാർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ടാൽഡ്രോപ്പ് കമ്പനിയിൽ ജീവനക്കാർക്ക് മാത്രമല്ല പ്രശ്നം, അവിടെ നിക്ഷേപകരുണ്ട്. എന്തിനാണ് നിക്ഷേപം സ്വീകരിക്കുന്നതെന്ന് ഇവിടുത്തെ ജീവനക്കാർക്ക് അറിയില്ല. പക്ഷേ പല ഇടങ്ങളിൽ നിന്നുള്ള, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇവിടുത്തെ നിക്ഷേപകരായുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളിലൂടെ ഈ ടാൽഡ്രോപ്പ് കമ്പനിയുടെ ഉടമകൾ കൈക്കലാക്കിയിരിക്കുന്നത്. ഇവർ മൂന്നാറിൽ സ്ഥലം വാങ്ങാനും ആഡംബര കാറുകൾ വാങ്ങാനും ഒക്കെയാണ് ഈ പണം ചെലവാക്കുന്നതെന്നാണ് ഇവിടുത്തെ ഈ നിക്ഷേപകരും ഇവിടുത്തെ ജീവനക്കാരും പറയുന്നത്. എന്തായാലും ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിട്ടുണ്ട്. ജീവനക്കാർ ഓഫീസിലേക്ക് വരുമ്പോൾ, അതായത് അവിടെ വരുന്ന ആളുകളെ കൊണ്ട് അവിടുത്തെ റീലുകൾ എടുപ്പിക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും സിനിമാ താരങ്ങളെ ബ്രാൻഡ് അംബാസിഡർമാരെ എന്തായാലും കൊച്ചിയിൽ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ ടാൽഡ്രോപ്പ് കമ്പനിക്കെതിരെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പരാതി നൽകാൻ ഈ ജീവനക്കാരും നിക്ഷേപകരും ഒക്കെ ഒരുങ്ങുന്നത്. ഈ നിക്ഷേപ തട്ടിപ്പ് ഉണ്ട്, അത് എന്തിനു വേണ്ടി ഇവർ നിക്ഷേപം സ്വീകരിക്കുന്നു, അങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ ഈ വിഷയത്തിൽ. പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്ക് അടക്കം ഇതിൽ പങ്കുണ്ട് എന്നുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കെല്ലാം നമുക്ക് എത്തേണ്ടിയിരിക്കുന്നു.